വരാപ്പുഴയുടെ തീരത്തൊരു കെട്ടിടം പണിയാനുണ്ടെന്ന വ്യാജേന അരുൺ തോമസിനെ കാണാൻ വരുന്ന സിറിൽ. അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായി അരുൺ തോമസ് ശ്രുതിയെ വിളിപ്പിക്കുന്നു. സിറിലും ശ്രുതിയും തമ്മിൽ കാണുന്നു. വിശ്വസിക്കാനാവാതെ ശ്രുതി. കെട്ടിടം പണിയുന്നതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ അരുൺ തോമസ് ശ്രുതിയെ ചുമതലപ്പെടുത്തുന്നു. അന്നത്തെ ആക്സിഡന്റിന്റെ പേരിൽ പോലീസ് ഇഷയെ അന്വേഷിക്കുകയാണെന്നും ആ ആക്സിഡന്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സുദീപിനാണെന്നും സിറിൽ ഇഷയോട് പറയുന്നു. ഇഷയെ കണ്ടെത്തിയ സന്തോഷത്തിൽ അവിടെ നിന്ന് പോകുന്ന സിറിൽ. ഇനി തുടർന്ന് കാണുക. അവനാള് ശരിയല്ലട്ടാ. അയാളുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ഒക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യണം. നമ്മൾ ആവശ്യമില്ലാതെ കസ്റ്റമർമാരെ കൂടുതൽ സമയം എൻ്റർടൈൻ ചെയ്യണ്ട. ഇവന്മാരിങ്ങനെ വളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കും. തൊലി വെളുത്ത പെമ്പിള്ളേരെ കാണുമ്പോൾ അങ്ങനെയാണ്, സംശയം കൂടും. അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ്റെ ഒരു തരം നോട്ടവും ആസ്ഥാനത്തുള്ള ചിരിയും. ഡോ, ആ കോർപ്പറേഷൻ ഫയലിൻ്റെ വർക്ക് തീർന്നില്ല സർ. ഞാനെന്നാ വന്നിട്ട് ചെയ്യാം. എനിക്കൊന്ന് പോണം. എവിടേക്ക്? ജോലിയിലൂടെ തീർക്കാൻ? എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം സർ. ഹേയ് ദേ, അമ്മച്ചി തന്നെ കാണാൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. താനപ്പോ ആ കാര്യങ്ങളൊക്കെ നേരിട്ട് പറയണ്ടേ? അമ്മച്ചിയെ ഞാൻ പിന്നീട് കണ്ടോളാം. സബിതേച്ചി ഇപ്പൊ വരും സർ. ഞാനൊന്ന് പോയിക്കോളൂ. അമ്മച്ചി ഇപ്പൊ താഴെ വന്നിട്ടുണ്ടാവും. സറി, ഇപ്പൊ തന്നെ വൈകി. ഞാൻ വിളിച്ചോളാം അമ്മച്ചിയെ. പ്ലീസ്. ഇഷ, ആരത്? ആ അമ്മച്ചി പള്ളിന്ന് ഇറങ്ങിയ? ഇറങ്ങി മോനെ. ദാ ഇപ്പൊ നിന്റെ ഓഫീസിന്റെ അവിടെ എത്താറായി. ശ്രുതി അവിടെ ഇല്ലേ? ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നീ പറഞ്ഞോ? കേട്ടോ മോനെ, കർത്താവിന്റെ തിരുമുൻപിലേ മുട്ടുകുത്തി അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോ അമ്മച്ചിയുടെ മനസ്സില് കന്യാമറി എന്തോ പറയണ പോലെ അമ്മച്ചിക്ക് തോന്നിട്ടോ. ഇപ്പൊ സന്തോഷത്തിലാണേ അമ്മച്ചി. ആ, അതമ്മച്ചി വന്നിട്ട് ശ്രുതിയോട് പറഞ്ഞോളാട്ടാ. അമ്മച്ചി അതിന് ശ്രുതി ഹോസ്പിറ്റലിലേക്ക് പോയി. അതെന്തുട്ട് പോക്കണ്ട മോനെ, അമ്മച്ചി വരാന്ന് പറഞ്ഞല്ലേ അവളെ കാണാൻ. അതിപ്പോ എന്തുട്ട് പറയാനമ്മച്ചി? അതെന്ത് പണിയാ കാണിച്ചേ? നീ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ? അല്ലെങ്കിലും ഞാൻ ഓഫീസിൽ വന്ന് ശ്രുതിയെ കാണുന്നത് നിനക്ക് ഇഷ്ടല്ല അല്ലേ? ശ്രുതിക്ക് അത് ഇഷ്ടല്ല. വേണ്ട, ഒന്നും കേക്കണ്ടാട്ടാ. ഫോൺ വെക്ക്. സിറിൽ ജോൺ കുരിശിങ്കല. ആരത്? വൃത്തിയായിട്ട പേരും. നീ ഇതെങ്ങോട്ടാ പോണേ? സെമിനാറിലേക്ക് പോണെന്നല്ലേ അമ്മച്ചി പറഞ്ഞേ? ഒരു സെമിനാരിയിലേക്കും പോണ്ട, വീട്ടിലേക്ക് വിടറാ വണ്ടി. അമ്മച്ചി മോനായിട്ട് ഉടക്കിയില്ലേ? നീ പോടാ. നീ നേരെ നോക്കി വണ്ടി ഓടിക്കടാ ശവി. എന്താ ഇഷ? ആ സുധി, സിറിൽ ഓഫീസിൽ വന്നിരുന്നു. സിറിൽ ഓഫീസിലോ? സുദീപ് എവിടെ? നമുക്കൊന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. താനിപ്പോ എവിടെയാ? ഒരു കാര്യം ചെയ്യ്, താനൊരു ഓട്ടോ എടുത്ത് ഡോമിനോസിലേക്ക് വാ, ഞാൻ വരാം. ശരി, ഞാൻ വരാം.
നീ ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് അവനോട് പറഞ്ഞോ? ഇല്ല, ഞാൻ കമ്പനിയുടെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നതെന്നാ പറഞ്ഞു. എന്നിട്ട് അവനത് വിശ്വസിച്ചോ? വിശ്വസിച്ചെന്നാ തോന്നുന്നു. എന്തായാലും ഇത് കുഴപ്പാ. ഞാൻ അപ്പോഴേ പറഞ്ഞ ലിഷ, വീട്ടിൽ നിന്ന് പുറത്തു പോകരുതെന്ന്. നിന്നെ അന്വേഷിച്ച് കർണാടക പോലീസ് തെക്ക് വടക്ക് നടക്കുക. പിന്നെ സിറിലും മറ്റുള്ളവരും മുന്നിൽ ചെന്ന് പെടരുതായിരുന്നു. സുദീപ് ആക്ച്വലി ഓഫീസിൽ ചെന്ന് ലീവ് എടുത്തിങ്ങ് പോരണമെന്ന് ഞാൻ മനസ്സിൽ കരുതിയത്. ഓഫീസിൽ ഞാൻ ശ്രുതി ജയകൃഷ്ണനല്ലേ, അപ്പം എന്നെ അന്വേഷിച്ച് അവിടെ പോലീസ് വരില്ലെന്നാണ് ഞാൻ കരുതിയത്. മണ്ടത്തരായിപ്പോയി. എല്ലാം അവൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവൻ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. എനിക്കുറപ്പാ അവനത് പോലീസിനോട് റിപ്പോർട്ട് ചെയ്ത് കാണും. അപ്പൊ തന്നെ പോലീസ് നിന്റെ ഓഫീസിലെത്തി കാണും. അരുൺ തോമസിനോട് അവരെല്ലാം ചോദിക്കും. അയാളെല്ലാം പറയും. ശ്രുതി ഇഷയാണെന്ന് അപ്പൊ അവർ മനസ്സിലാക്കും. പിന്നെ പോലീസ് ഇവിടെ ആയിരിക്കും വരുന്നത്. എല്ലാം തീർന്നു. ഇല്ല സുദീപ്, നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. സിറിലിനെ ഞാൻ കൃത്യമായ ഒരു വരയ്ക്കുള്ളിൽ നിർത്തിയിട്ടുണ്ട്. അവനത് മറികടന്ന് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് കുറച്ചുകൂടെ സമയമെടുക്കും. ഇഷ, നീ എന്താ ഈ പറയുന്നേ? നീ പറഞ്ഞതനുസരിച്ച് പ്രോപ്പർട്ടീസിന് വേണ്ടി അവൻ ഓഫീസിൽ വന്നു എന്നല്ലേ പറഞ്ഞത്? അത് പക്ഷെ കോയിൻസിഡൻസ് ആയിക്കൂടെ? ഏയ്, എനിക്ക് തോന്നുന്നില്ല അവനെല്ലാം മനസ്സിലാക്കി നിന്നെ ഫോളോ ചെയ്ത് അങ്ങനെയൊന്നും ആയിരിക്കില്ല. സുദീപ് അവന്റെ ഡാഡിയുടെ പ്രോപ്പർട്ടി വീതം വെച്ചപ്പോൾ അവന് കിട്ടിയതാ. വരാപ്പുഴയുടെ തീരത്ത് 2 ഏക്കർ. അത് സത്യം. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഓഫീസിനുള്ളിൽ അവനോട് ഇടപെട്ടത്. ഇഷ, നീ എങ്ങനെ ഇടപെട്ടു എന്നാ പറയുന്നേ? കുറച്ചുകൂടി വ്യക്തമായിട്ട് പറ. അവൻ അത്ര ബുദ്ധിമാനല്ല സുദീപ്. എന്നെ അവൻ അവിടെ പ്രതീക്ഷിച്ചില്ല. അവൻ ശരിക്കും ഷോക്കായി. ഇവൻ എനിക്കും. അവൻ അറിയേണ്ടത് ഞാൻ എങ്ങനെയാ ഈ കൊച്ചിയിലെത്തിയെന്ന്. പിന്നെ എന്തിനു വന്നു, ആരെ സഹായിച്ചു, എന്താണ് എന്റെ ലക്ഷ്യം. അവന്റെ എല്ലാ ചോദ്യങ്ങൾക്കും തൃപ്തികരമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊച്ചിയിലേക്ക് വന്നത് ജോലി ചെയ്ത് ജീവിക്കാൻ മാത്രമല്ല. എന്നെ ചതിച്ചവന്, അതായത് നിന്നെ കണ്ടെത്തുക, നിന്റെ കല്യാണം മുടക്കുക. അവൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ തന്നെ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ മനസ്സിലാക്കി കൊടുത്തു. നിന്നോടുള്ള എന്റെ പക, നീയും ജയസുധിയുമായുള്ള കല്യാണം നടക്കാതിരിക്കുക. എന്റെ ലക്ഷ്യം അത് തന്നെയാണെന്ന് ഞാൻ അവന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. അരുൺ തോമസിന്റെ ക്വാർട്ടേഴ്സിലെ താമസിക്കുന്നെന്നുള്ള കള്ളവും അവൻ വിശ്വസിച്ചു. എന്റെ ലക്ഷ്യം ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോ അവന്റെ മനസ്സ് തുറന്നു. എനിക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് അവൻ വാഗ്ദാനം ചെയ്തു. നിനക്കെതിരെ ഒരുമിച്ചൊരു മൂവ്മെന്റ്. പണ്ട് അവൻ ആഗ്രഹിച്ചതല്ലേ എന്നോടൊപ്പം ഉള്ളൊരു ജീവിതം. നമ്മൾ ഒരുമിച്ചതാണല്ലോ അവന് വലിയ പ്രശ്നം. അവസാനം നമ്മളെ സെപ്പറേറ്റ് ആക്കി ഇവിടം വരെ കൊണ്ടെത്തിച്ചില്ലേ. ഇപ്പോഴും അവൻ അതേ സ്ഥലത്ത് നിൽക്കുക, അതേ ഓഫർ. നിനക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കണം. നിന്നെ അവൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് പറഞ്ഞു പഠിപ്പിച്ചത് ഞാനാണ് പ്രതിയെന്ന്, എനിക്കെതിരെ മൊഴി കൊടുക്കണമെന്ന്. പക്ഷെ എന്നോട് അവൻ പറഞ്ഞത് നീയാണ് പ്രതിയെന്ന്. ബാലുവിനെയും എന്നെയും വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് സുദീപാണെന്ന് ഞാൻ മൊഴി കൊടുക്കണം. അവൻ അന്നും കളിച്ചു നമുക്കിടയിൽ. ഇപ്പോഴും അവൻ തുടരുക. ഇല്ലീഷ, നീ എടുത്ത നിലപാട് നന്നായി. ഇപ്പൊ അവൻ നിന്നെ കൂടുതൽ വിശ്വസിക്കുന്നത് വളരെ നല്ലതാ.
നീയും അവനും ഒരുമിച്ച് ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുക. ആ മോഹം അങ്ങനെ അങ്ങ് വളർത്തിയേക്ക്. ചതിച്ചവനെ തിരിച്ചു ചതിക്കാനുള്ള വഴി അവൻ തന്നെ കാണിച്ചു തരിക നമുക്ക്. അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ കാണിച്ചതാ. സുദീപ്, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അവനറിയില്ല. അതൊരു കാരണവശാലും അവൻ അറിയരുത്. അതോടെ എല്ലാം തീർന്നു. നിന്റെ പ്ലാനിങ്ങും എന്റെ പ്ലാനിങ്ങും എല്ലാം. നീ പറഞ്ഞ പോലെ 2 ദിവസം കൂടി നമുക്ക് നോക്കാം. നീ വരച്ച വരെ തന്നെ അവനെ നിർത്ത്. അവിടെ നിന്ന് എങ്ങനെയെന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാം. ഇനിയുള്ള മൂവ്മെന്റ്. ഓക്കെ? നിന്റെ കല്യാണം മുടക്കുക, കേസിൽ പ്രതിയാക്കി ജയിലിലടയ്ക്കുക, ആ ബാലുവിനെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ജീവൻ എടുക്കുക, എന്നിട്ട് എല്ലാം ശാന്തമാക്കിയിട്ട് എന്നെയും കൊണ്ട് പുതിയൊരു ജീവിതം. അതാണ് അവന്റെ ലക്ഷ്യം. ഇപ്പോ അവൻ അതിനുള്ളൊരു മോമെന്റില്. അതുകൊണ്ട് എടുത്തു ചാടിയവൻ സ്റ്റേഷനിലേക്ക് പോവത്തില്ല. അതിബുദ്ധിമാനല്ലേ അവൻ. സിറിൽ, നീ അറ്റൻഡ് ചെയ്യും. ഓഫീസിൽ വന്നതും എന്നെ കണ്ടതും പറയോ നോക്കട്ടെ. ഹലോ സുദീപേ, നീ ഇത് എവിടെടാ? നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ എവിടെ? ഞാൻ നമ്മുടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഇപ്പൊ തെക്ക് ഇവിടെ കലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ലേ. കർണാടക പോലീസും കേരള പോലീസും ഒരു മനസമാധാനം തരുന്നില്ല. നിന്നെ വിളിച്ചില്ലേ അവര്? നോ. നീ പറഞ്ഞ പോലെ ഞാൻ അവൾക്കെതിരായിട്ട് മൊഴി കൊടുത്തില്ലേ. ഇനി അവളെ പോലീസ് കണ്ടെത്തട്ടെ. പോലീസോ? അവരെത്ര നാളായിട്ട് കണ്ടുപിടിക്കുക? ഒരു പൊടി പോലും കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റിയില്ലല്ലോ. ഇനി ഒരു പോലീസും അവളെ കണ്ടുപിടിച്ചില്ലെങ്കിലും ഞാൻ അവളെ കണ്ടുപിടിക്കും മോനെ. നിന്റെ മുന്നിൽ കൊണ്ടുവരും, നിന്റെ കല്യാണത്തിന് മുമ്പ്. 1-ാം പ്രതിയായിട്ട് അവളെ ജയിലിൽ കൊണ്ടടയ്ക്കാനുള്ള വഴി ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. നീ നോക്കിക്കോ. എടാ പിന്നെ, നീ ഇഷയെ പണ്ടെങ്ങാനും നിന്റെ വീട്ടുകാർക്കോ ബന്ധുക്കാർക്കോ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? ആർക്കെങ്കിലും എപ്പോഴെങ്കിലും? പണ്ട് മാവേലിക്കരയിൽ കല്യാണത്തിന് ചേട്ടനെ ഏട്ടത്തെയും പരിചയപ്പെട്ടു എന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ നിന്റെ കുടുംബക്കാർക്കൊക്കെ അവളെ അറിയാം. അപ്പൊ അവൾ എവിടെയോ ഇരുന്ന് നിന്റെ കഴുത്തിൽ കുരുക്ക് മുറുക്കുവാ മോനെ. അങ്ങനെ എനിക്ക് തോന്നുന്നേ. നീ ഒന്ന് സൂക്ഷിച്ചോ. എടാ, നീ അന്ന് അവളെ ചവിട്ടി പുറത്താക്കിയിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ. പെണ്ണിന്റെ പകയാ, അതങ്ങനൊന്നും തീരില്ല സുധി. ആ ശരി എന്നാ, ഞാൻ കുറച്ച് ബിസിയാ, വിളിക്കാം. ഓക്കെ. റാസ്കൽ, അവൻ അതിബുദ്ധി കാണിച്ചോണ്ടിരിക്കുക. ഇനി എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. വാ, ഞാൻ ഓട്ടോ പിടിച്ചുതരാം. ദേ, വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങരുത്. ഓക്കെ? അവൻ ഇപ്പോഴും ഒരു മാങ്ങ അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ പൊട്ടം കളിപ്പിക്കുക. പക്ഷെ അവനറിയില്ലല്ലോ ആരാ പൊട്ടനെന്ന്. എടി, ഇപ്പൊ എനിക്ക് അവളോട് വല്ലാത്തൊരു ആരാധന തോന്നുക. നിന്നെ കണ്ടിട്ട് അവള് ഞെട്ടിയോടാ? ഞെട്ടിയതും പൊട്ടിയതൊന്നുമില്ല. അവളൊരു ഉറച്ച തീരുമാനം പറഞ്ഞു. എനിക്കതാ അവളോടൊരു ആദരവ് തോന്നിയത്. അവൻ ഇതുവരെ അവളെ കണ്ടില്ലേ? കണ്ടു. എടി, അവന്റെ ഹൗസിംഗ് പ്രോജക്റ്റ് ചെയ്യുന്നത് അവളാ. അപ്പൊ കല്യാണക്കാരെ അറിഞ്ഞാണല്ലോ. അറിഞ്ഞല്ലോ. അവൾ അവനെ വേണ്ടാന്നും വെച്ചു. എടി, അതാണ് അവളുടെ മനസ്സ്. സമ്മതിച്ചു. അവളുടെ തീരുമാനം എന്താണെന്നും എല്ലാം പറഞ്ഞോ? എന്റെ അതേ ലക്ഷ്യം, അവനെ ഇല്ലാതാക്കണം. അവളെ ചവിട്ടിപ്പുറത്താക്കി അവന്റെ ജീവിതം ഇല്ലാതാക്കുക, അവന്റെ കല്യാണം മുടക്കുക. സുദീപ് എന്ന വഞ്ചകനെ ഇല്ലാതാക്കണം. അവളൊരു ധീര വനിതയാണടി. തളരാതെ വീഴാതെ നോക്കാൻ നമ്മൾ അവൾക്കൊരു താങ്ങാവണം. പെണ്ണായാൽ അങ്ങനെ വേണം പോത്തെ. അപ്പൊ നിന്റെ ജോലി എളുപ്പമല്ലേ?
ഏഞ്ചലേ, നാളെ അവൾ പോലീസിന് കീഴടങ്ങും. സുദീപിനെതിരെ മൊഴി കൊടുക്കും. ഞാനത് ചെയ്യിക്കും. നീ പറഞ്ഞ അവള് കേക്കോടാ? കേൾക്കും. ഇപ്പൊ അവൾക്കറിയാം എന്റെ സപ്പോർട്ട് അവൾക്ക് വേണമെന്ന്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇനി എന്ത് ചെയ്യാൻ പോവാ? ഒരു ചെറിയ ട്വിസ്റ്റ്, ഒരു സെറിൽ പ്ലേ, അത് തുടങ്ങാൻ പോവാ. എങ്ങനെ? എടി, അവന്റെ കല്യാണം മുടങ്ങരുത്. അത് നടക്കണം. എങ്കിലേ ഈ ഗെയിം പൂർണ്ണമാവും. അവൻ ജയസുധയെ കിട്ടുമ്പോ ഇഷയ്ക്ക് ഭ്രാന്ത് പിടിക്കണം. ആ പ്രതികാരം ഞാൻ ആളി കത്തിക്കും. അവളെ എന്നിലേക്ക് ഞാൻ അടുപ്പിച്ച് കൊണ്ടുവരും. അവനെ അങ്ങനെ കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടും. പ്ലാനപ്പടി. ഓ, അസാധ്യം തന്നെ. തല നിറയെ വക്രബുദ്ധിയാണല്ലോടാ. ഇതൊക്കെ നേരായ മാർഗത്തിലാണെങ്കിൽ നീ ഇപ്പൊ എവിടെ എത്തിയാനെ? എടീ, കല്ലുങ്കൽ ജോൺ പാപ്പന എന്റെ തന്ത. ഒരു നാടുവാഴിയായിരുന്നു, നാട്ടുരാജാവ്. വെട്ടിപ്പിടിച്ച ചരിത്രമേ ഉള്ളൂ പുള്ളിക്കാരന്. അത് എന്റെ ചോരയായത്. മനസ്സിലായോ? ഓ, സമ്മതിച്ചു. അതിരിക്കട്ടെ, അവളിപ്പോ എവിടെയാ താമസം? അരുൺ തോമസിന്റെ കെയർ ഓഫിൽ എവിടെയാണെന്നാ അവള് പറയുന്നേ. അതിലെനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും അവിടെയല്ല അവള്. അവള് സുദീപിന്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോന്നെന്നാ എനിക്ക് തോന്നുന്നത്. ആ, സുദീപിന്റെ വീട്ടിലോ? ശത്രുവിന്റെ വീട്ടിലെങ്ങനെ അവൾക്ക് സ്ഥാനം കിട്ടിയത്? അതൊക്കെ അവൾക്ക് കിട്ടും. എടി, അവൾ അവിടെ അവന്റെ വീട്ടുകാരോട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയിരിക്കല്ലേ. അല്ലെങ്കിൽ അവൾ അവിടെ കയറി ഭരിക്കലല്ലോ. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടെത്താം. ഇനി ചിലപ്പോ ആ വീടിന്റെ പണിയായിട്ടുള്ള കണക്ഷൻ വല്ലതും ആണോ? ആയിരിക്കും. അതായിരിക്കും. ആണേലും അവൾ അവിടെ നിൽക്കണമല്ലോ. അവൾ അവിടെ തന്നെ നിൽക്കണം. അവിടെ നമുക്ക് കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവൾ ആ വീട്ടിൽ കയറി ഭരിക്കണമെന്നുണ്ടെങ്കിൽ അത് അവളുടെ മിടുക്കല്ലേ മോളെ. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? വേണ്ടേ? വേണം. വേണം. സുദീപിനെതിരെ മൊഴി കൊടുക്കുന്നതോടെ അവൾ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് വീഴും. അപ്പോൾ ഈ ഞാൻ വേണം അവൾക്കൊരു സപ്പോർട്ടാവാൻ. അത് ശരിയാ. ഒരു ഗതിയുമില്ലാതെ നടുത്തെരുവിൽ അങ്ങനെ അവൾ നിൽക്കുമ്പോൾ നിശാന്തിനി ശങ്കർ ലാൻഡ് ചെയ്യും. അവളുടെ തള്ള. പിന്നെ അവൾ തീർന്നു. പിന്നെ ഞാൻ മാത്രമേ കാണൂ. അപ്പോഴേക്കും നീ നിന്റെ റൂമിലേ ഇവിടെ തന്നെ ഒരു ബെഡും തലയണയൊക്കെ റെഡിയാക്കി വെച്ചോ. അവളെ ഇവിടെ എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഓ, നീ ഒരു രാക്ഷസൻ തന്നെ. ആ നടി. അടുത്ത ഗെയിം സ്വിച്ച് ഓൺ ചെയ്യുന്നവരെ ഞാനൊരു രാക്ഷസൻ തന്നെ ആയിരിക്കും. എനിക്കൊരാളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ആരെയാ? ഒരു പാവം KSRTC-കാരനെ. ആ ഹായ് അങ്കിൾ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ സിറിൽ, സുദീപിന്റെ ബാംഗ്ലൂർ ഫ്രണ്ട്. മനസ്സിലായി. ഞാനൊരാളെ കാണാൻ വേണ്ടി ഇവിടെ വരെ വന്നതാ. അത് ശരി. അപ്പോഴേ അങ്കിൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരുന്നത് കണ്ടത്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരിക. ഡ്യൂട്ടി കഴിഞ്ഞോ? നമുക്കൊരു ചായ കുടിച്ചാലോ? വേണ്ട, ഞാൻ വീട്ടിൽ ചെന്നേ. അങ്കിൾ വാന്നേ. വേണ്ട. എന്നാ ഞാനത് വഴിയാ ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ.
അങ്കിൾ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ക്രൈസിസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്രൈസിസോ? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലോ ഒരു ക്രൈസിസും ഇല്ല. പിന്നെ തലപ്പത്തിരിക്കുന്നവരുടെ ചില പ്രശ്നങ്ങളുണ്ട്. അതിനവർ മാറണം. സ്വന്തം കുടുംബമാണെന്ന് മനസ്സിലാക്കണം. സ്വന്തം വണ്ടിയാണെന്നുള്ള ബോധം വരണം. സ്വന്തം വണ്ടി നമ്മൾ കഴുകാറില്ലയോ? ഏതെങ്കിലും ഒരു KSRTC ഡ്രൈവർ അവൻ ഓടിക്കുന്ന വണ്ടി കഴുകാറുണ്ടോ? പക്ഷെ ചിത്രഭാനു കഴുകും. അങ്ങനെ അപൂർവം ചില ആൾക്കാരും ഉണ്ട്. തൊഴിലിനെ സ്നേഹിക്കണം അനിയ. ഇന്നത്തെ ചെറുപ്പക്കാർക്കൊന്നും അതില്ലല്ലോ. ആൾക്കാരുടെ മനോഭാവം മാറണം അങ്കിൾ. കുറ്റം പറയാണെന്ന് തോന്നണ്ട. ഓരോരുത്തരുടെ പെരുമാറ്റം കണ്ടാൽ പിന്നെ നമുക്ക് KSRTC ബസ്സിൽ കയറാൻ പോലും തോന്നുകയില്ല. അത് അവരെ കുറ്റം പറയണ്ട. അത് ഈ ജോലിയുടെ സ്വഭാവമാ. ദിവസം എത്ര പേരുടെ ചീത്തയും തെറിയും കേൾക്കണം. മനുഷ്യന്മാരല്ലയോ? കുറെ കഴിയുമ്പോ ചിരിക്കുന്ന മുഖം കറുപ്പിക്കേണ്ടി വരും. അതാ വസ്തുത. പിന്നെ നിങ്ങളുടെ കേസൊക്കെ എവിടം വരെ എത്തി? എന്തെങ്കിലും പുതിയ വാർത്തയുണ്ടോ? അതൊക്കെ ഞാൻ ഏറ്റതല്ലേ അങ്കിളെ. അതിനെപ്പറ്റി ആരും ഇനിയൊന്നും പേടിക്കണ്ട. ഓ, എന്തായി കല്യാണ കാര്യങ്ങൾ? അതൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. സത്യത്തില് സുദീപിനെ പോലെ ഒരു മരുമകനെ കിട്ടിയത് മഹാഭാഗ്യ. ഇന്നത്തെ കാലത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറുപ്പക്കാരനെ കിട്ടുക എന്ന് വെച്ചാൽ അത് പെൺകുട്ടിയുടെ യോഗ. പിന്നെ സുദീപ് ഭയങ്കര മിടുക്കനല്ലേ? നല്ല തങ്കപ്പെട്ട സ്വഭാവം. എന്തൊരു സ്നേഹമാണെന്നറിയോ അവന്. ആ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാ. നേരും നിറയുള്ളവരാ. അതുകൊണ്ടാണല്ലോ ഒന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ മോളെ സുദീപിനെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചത്.